ആൽബവും ഷോർട്ട് ഫിലിമും ഇതുവരെ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടുകൊണ്ടേ നടന്നിട്ടുള്ളായിരുന്നു. ഇപ്പം മുലക്കച്ച കെട്ടിക്കൊണ്ടാണ് പിന്നെ രംഗപ്രവേശ ആയിരിക്കുന്നത്. ഇനി ഇതിലും തുണി കുറയോന്നുള്ളതാ. അപ്പം നിക്കറോട്ട് ഒരു മുലക്കച്ചയും കെട്ടിയും കണ്ട് നിൽക്കുമോ എന്നൊരു ഡൗട്ടുണ്ട്. ഓണത്തിന്റെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തിന് രേണുവിന്റെ ഓണത്തോടനുബന്ധിച്ച് രേഷ്മ തങ്കച്ചന്റെ ഒരു അടിപൊളി പരിപാടി ഉണ്ടായിരിക്കുന്നതാണ്. മുലക്കച്ച കെട്ടിയ രേഷ്മയും നിക്കറിട്ട വള്ളിനിക്കർ ആയിക്കോട്ടെ അല്ലേ, അതല്ല നല്ലത്. വള്ളിനിക്കറിട്ട പ്രതീഷും മുലക്കച്ച കെട്ടിയ രേഷ്മ തങ്കച്ചനും കൂടി അവതരിപ്പിക്കുന്ന ഓണം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണയുടെയൊക്കെ സംഭാഷണം കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ചാനലിലുള്ള ആളായിട്ട് സംസാരിക്കുന്നത്, ഒരു വീഡിയോ യൂട്യൂബറിന്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടു. ശ്രുതി 1, 2, 3, 4 പെണ്ണുങ്ങളായിരുന്നില്ല ശ്രുതിക്ക് ഉണ്ടായിരുന്നത് എന്നും എല്ലാവരും കലാകാരികളായിരുന്നു എന്നും ഓരോ കലാകാരികളെയും മെസ്സേജ് അയച്ച് വാട്സപ്പ് മെസ്സേജ് അയച്ച് ചാറ്റ് ചെയ്ത് അവരെയൊക്കെ സ്വന്തം വരുതിയിൽ വരുത്തുകയും എല്ലാവരോടും കുറേശ്ശെ പണം കടം വാങ്ങുകയും ആ പണം തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തരം വിഡ്ഢിത്തം കെട്ടി ആയിരുന്നു. ഇതിൽ നിന്നും ഓരോ ചാനലിലേക്ക് കോമഡി എന്നും പറഞ്ഞിട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ആർട്ടിസ്റ്റ് എന്നൊന്നും പറയാൻ മാത്രമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യങ്ങളിലൊക്കെ മരിച്ചതിന് ശേഷം കൊല്ലം ശ്രുതി ഇതാണെന്നുള്ളത് മനസ്സിലാകുന്നത്. മരിച്ചതിന് മുന്നേ ഇങ്ങനെ ഒരാളുടെ പ്രോഗ്രാം ഒന്നും അങ്ങനെ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ രേണു ഉണ്ടല്ലോ, ഇപ്പൊ രേണു ചെയ്യുന്ന പരിപാടികളൊക്കെ എന്താണ്? ഇതൊക്കെയാണോ പരിപാടി എന്ന് പറയുന്നത്? അതിലെന്ത് ഡാൻസ് ആണുള്ളത്? അതിലെന്ത് കോപ്രായാണ് കാണിക്കുന്നത്? മുഖം കോട്ടിയിട്ടും എന്താണ് നവരസങ്ങളൊക്കെ കാണിക്കുന്ന കണ്ടാല് ഇപ്പൊ ഇവിടെ 2 വയസ്സായ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി നവരസം കാണിക്കാൻ, കുട്ടി കാണിച്ചു തരും. അതിൻ്റെ 7 അയലത്ത് പോലും വരില്ല രേണുവിൻ്റെ നവരസം. പിന്നെ എന്തിനും തയ്യാറാണ് എന്ന രീതിയിൽ ഇങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. രണ്ടും കൽപ്പിച്ചാണ് രേണു ഇറങ്ങിയിരിക്കുന്നത്. ബിഷപ്പിനെ മോശമായിട്ട് പറഞ്ഞു, അത് കഴിഞ്ഞ് വീട് വെച്ച് കൊടുത്ത ഫിറോസിനെ പറഞ്ഞു, മതില് കെട്ടിയ ഷാജിനെ പറഞ്ഞു. അതിൻ്റെയൊക്കെ പുറമെ ഒരുപാട് പൈസ കളക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന ആളാണ് താജ് പത്തനംതിട്ട. എല്ലാവരുടെ മുഖത്തേക്കും ചളി വാരിയിട്ട് ഒരേറാണ് കൊടുത്തത്. എല്ലാവരും ഇപ്പം അവരാരുടെയും ശബ്ദമൊന്നും കേൾക്കില്ല. ഫിറോസ് ഇന്ന് എത്തുമെന്നും എത്തിക്കഴിഞ്ഞാൽ കേസ് ഫയൽ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് സാധ്യതയുണ്ട് കേട്ടോ. അത് ആൾ ഉറപ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഈ പ്രതീഷ് എന്ന് പറയുന്ന കക്ഷിയുണ്ടല്ല, പ്രതീഷ് നോക്കുന്നത് രേഷ്മയുടെ കൂടെ അഭിനയിച്ച് എങ്ങനെയെങ്കിലും മുകളിലോട്ട് കയറിപ്പോകാം. ജാക്കബ് ബോബനും ശാലിനിയുമാണെന്നാണ് അത്ര എല്ലാവരും പറയുന്നത്. ആ പറയുന്നവരെ മുഖത്ത് കണ്ണില്ലായിരുന്നു നോക്കാന്. ശാലിനി എവിടെ ഇരിക്കണ്, കുഞ്ചാക്ക ബോബൻ എവിടെ ഇരിക്കണ്? കുഞ്ചാക്ക ബോബൻ എന്നൊക്കെ പറഞ്ഞ ആരാന്ന് നിങ്ങളെ വിചാരോ? ആരാണ് ഈ കണ്ണ് മുഖത്തില്ലാത്തവര് പറഞ്ഞത്? കുഞ്ചാക്കോ ബോബനും ശാലിനിയാണ് പ്രതീഷും രേഷ്മയും. അവരുടെ കണ്ണിനൊന്ന് കൊടുക്കണം പറഞ്ഞവരെ, അതാ വേണ്ടത്. പിന്നെ അവര് അങ്ങനെ പറയില്ല. ആരും പറഞ്ഞില്ലെങ്കിലും രേഷ്മ വന്നിട്ട് ഒരു ഓൺലൈൻ ചാനലിന്റെ മുന്നിൽ ഇന്റർവ്യൂ കൊടുക്കും. എന്നിട്ട് പറയും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണല്ലോ ഈ വീഡിയോ ചെയ്യുന്നവര് നെഗറ്റീവ് കണ്ടിട്ട് ഇവളെടുത്ത് പറയുമല്ലോ. ഞാനിവിടെ നിന്ന് ലണ്ടൻ പ്രോഗ്രാം ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ലണ്ടനിലൊക്കെ പോകാനായിട്ട് ആദ്യമായിട്ട് ചാൻസ് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നു. അത് കഴിഞ്ഞിട്ടാണ് സാജു നവോദയ പുള്ളിയുടെ ടീമിലോട്ട് തന്നെ ഇങ്ങനെ കോമഡി ഫെസ്റ്റിവൽ അതിലോട്ട് വന്നിട്ട് പിന്നെ താഴോട്ട് വന്നിട്ടില്ല. കൂട്ടുകാരിയായിരുന്നു നിമിഷ ബിജോ. ഞാൻ ഇന്നലെ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു രേണു പറഞ്ഞതൊട്ടും ശരിയല്ലെന്ന്. ഇന്ന് വന്നിട്ട് രേണു മാപ്പേ മാപ്പ് വേണോ മാപ്പേ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നിമിഷ ബിജോ ഏത് കൂട്ടുകാരിയാണെങ്കിൽ നിമിഷ ബിജോ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. കാരണം ഏത് കൂട്ടുകാരിയാണ് തെറ്റ് ചെയ്ത തെറ്റ് തന്നെ പറയാൻ കാണിച്ച
ആ തൻ്റെ ഇടം ഉണ്ടല്ലോ, അതിനാണ് ഞാൻ 100% എന്ന് പറഞ്ഞത്. പിന്നെ നിമിഷ വിജയ അങ്ങനെ പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ ഞാൻ കണ്ടില്ല, കൂട്ടുകാർ പറഞ്ഞു, എല്ലാം നോക്കി കാണുകയും ചെയ്യും. എൻ്റെ PA കണ്ടിട്ടുണ്ടാകും, എനിക്കൊരു PR വർക്ക് ചെയ്യാൻ ഒരാളുണ്ടല്ലോ, അവരിതെല്ലാം നോക്കി കാണുന്നുണ്ടാകും. കണ്ടിട്ട് അതിന് നിന്റെ അഭിപ്രായം ഈ ചാനലുകളിലൂടെ ഇന്റർവ്യൂകളിലൂടെ നീ വിലയിരുത്തിക്കൊണ്ടിരുന്നോ? എന്നെ ആരാണ് ഇപ്പം മുകളിൽ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? ഇവിടെ നടിക്കോ നടനോ ഒന്നും ഒരു ക്ഷാമവും ഇല്ല. വേണ ഒരു ഓൺലൈൻ ചാനലിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം കേട്ടു. സുധീന്ന് പറഞ്ഞ ചങ്ങാതി ഇത്ര വളരെ മോശം. 1, 2, 3 പെണ്ണ് കെട്ടാം. ഈ പെണ്ണുങ്ങളൊക്കെ എന്ത് കണ്ടിട്ടായിരുന്നു സുധീന്റെ പുറകെ പോയത്? ഇനി എത്ര പേര് വരാനുണ്ട് രേണു? അച്ഛനൊരു 10-12ഓളം പെണ്ണുങ്ങൾ ഉള്ളതായിട്ടാണ് ഇപ്പോൾ കേട്ടറിവ്. പേരൊന്നും ഞാൻ പറയുന്നില്ല, ആരും എന്നെ നേരിട്ട് പറഞ്ഞല്ല. ഓരോ ഓൺലൈൻ ചാനലിനകത്തു നിന്നും ഓരോരുത്തരും പറയുന്നുണ്ട് ഇന്ന ആളുകളായിട്ട്. അവരൊന്നും തന്നെ ഈ വ്യക്തികളുടെ പേര് പറയുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷെ അവരുടെ പേര് പറഞ്ഞ് ഇനിയിപ്പോൾ ഏതായാലും ശ്രുതിയില്ല, അവരുടെ പേര് ഇതിലേക്ക് ചാനലിലൂടെ പുറത്തേക്ക് വന്നിട്ട് അവർക്ക് ഒരു നാണക്കേടാവണ്ടെന്ന് വിചാരിച്ചായിരിക്കും സമ്മതിച്ചിരിക്കണം. പിന്നെ ഈ ശ്രുതിയുടെ മകനുണ്ടല്ലോ, അവൻ പാവമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നുവെച്ചാൽ നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിലും അവരുടെ ചാനലുകളിലൂടെ അവരെ കാണുമ്പോൾ സംഭാഷണവും അവരുടെ വീട്ടിൽ ആരെങ്കിലും ചെന്നാൽ ഒക്കെ ഉള്ള പെരുമാറ്റ രീതിയൊക്കെ കണ്ടപ്പം ഞാൻ വിചാരിച്ചു അതൊരു പാവം പയ്യനാണ്, സുധിയെ പോലെ ഒന്നും അല്ല, അത് നല്ലൊരു പയ്യനായിട്ട് വളർന്നു. ഏതായാലും ഇങ്ങനെയുള്ള ഒരു അച്ഛൻ്റെ മകൻ നല്ലൊരു മകനാകുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഗുണമൊന്നും ഇല്ലെങ്കിലും കേൾക്കുന്നവർക്ക് ഇത് കേൾക്കുമ്പോൾ ചുരുക്കം പറഞ്ഞ സന്തോഷം തരുന്നത് തന്നെയാണ്. പക്ഷേ എന്താണ് ഇത് കാണിച്ചു വെച്ചിരിക്കണേ? കേട്ടു നോക്കിയപ്പോഴല്ലേ അറിയണത്. അവൻ പറഞ്ഞ കള്ള് ഷോപ്പ് കയറി കള്ളാ കുടിച്ചതെന്ന്. ഓൻ എന്തെങ്കിലും കുടിക്കട്ടെ, ഓൻ്റെ പൈസയ്ക്ക് ഓൻ കുടിച്ച്, അവൻ്റെ പൈസ ഫൈനും അടച്ച്, അവൻ പോലീസ് സ്റ്റേഷനിലും കയറി. ഇതിനകത്ത് തങ്കച്ചൊരു കളി കളിക്കാൻ നോക്കിയിട്ടുണ്ട് അതിനിടയ്ക്ക്.